സ്റ്റൂ ഉണ്ടാക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം. അതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ഇറച്ചിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്താണ് ഇറച്ചി വേവിച്ചത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറമെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1-ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല ചൂടോടുകൂടി സ്റ്റൂ നമുക്ക് ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ